ക്രൈസ്ത ദേവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് തമ്പുരാൻ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ആയിരം നന്ദി പറയുന്നു. ഞാൻ ഡോക്ടർ മേഴ്സി, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റായിട്ട് അപ്പോളോയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 7/4/2022 അപ്പോൾ ആ വർഷം ഞങ്ങളുടെ മകൾക്ക് US പിന്നെ 2 കോടിയോളം രൂപ സ്കോളർഷിപ്പോട് പഠിക്കാനായിട്ടൊരു അവസരം കിട്ടി. അത് ഹസ്ബൻഡ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. 2024 ജൂൺ മെയ് മുതൽ എനിക്ക് ഭയങ്കര കഴുത്ത് വേദനയായിരുന്നു. അങ്ങനെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഡയഗ്നോസ് ചെയ്ത് ഞാൻ കുറേ നാൾ ട്രാക്ഷനിട്ട് കിടന്നിരുന്നു. അങ്ങനെ ട്രാക്ഷനിട്ട് വീട്ടിൽ ജോലി കഴിയുമ്പോൾ ട്രാക്ഷനിട്ട് വീട്ടിൽ കിടക്കും. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേ എനിക്ക് പേഷ്യൻസുമായിട്ട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സംസാരം മുറിഞ്ഞു പോകുന്നു. അങ്ങനെ എനിക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ തന്നെ പോയിട്ട് ഒരു എക്സ്റേ എടുത്തു. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടുമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശ്വാസം മുട്ട് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ പോയി തന്നെ ഒരു എക്സ്റേ എടുത്തപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഒരു റൈറ്റ് ബേസൽ പ്ലൂറൽ എഫ്യൂഷൻ, അതായത് നിറച്ചും അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു എക്സ്റേ ആണ് ഞാൻ കണ്ടത്. ആ എക്സ്റേ ഞാൻ ഞങ്ങളുടെ പൾമണോളജിസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പൾമണോളജിസ്റ്റും പറഞ്ഞു റൈറ്റ് ലങ്ങിൻ്റെ ഒരു 3/4 പോയിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് CT സ്കാനിന് അവർ പ്രിസ്ക്രൈബ് ചെയ്തു. CT സ്കാനിന് പ്രിസ്ക്രൈബ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് ടാപ്പ് ചെയ്യേണ്ടതായിട്ട് വരും, പ്ലൂറൽ എഫ്യൂഷൻ ടാപ്പ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ CT സ്കാൻ ചെയ്തപ്പോൾ അതിലൊന്നും കാണാനില്ല. അങ്ങനെ 5 ഡേയ്സ് ഏറ്റവും സിവിയർ, 7 ഡേയ്സ് ഏറ്റവും സിവിയറായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് എനിക്ക് തന്നു. ഞാനതൊക്കെ ചെയ്തു, ശരിയായ രീതിയിൽ ചെയ്തു. പക്ഷേ എനിക്ക് ഒരു അല്പം പോലും ഒരു ആശ്വാസം എനിക്ക് കണ്ടില്ല. അങ്ങനെ അപ്പോളോയിൽ ചെയ്യാവുന്ന എല്ലാ ടെസ്റ്റുകളും CT ഓഫ് ബ്രാക്കിയൽ പ്ലെക്സസ്, ചെസ്റ്റ് പ്ലസ് പൾമോ എല്ലാം ചെയ്തു, എല്ലാ ടെസ്റ്റുകളും ചെയ്തു. പൾമണോളജിക് ചാനൽ, അങ്ങനെ ഒരു പാനൽ ഓഫ് ടെസ്റ്റ് മുഴുവൻ ചെയ്തു. ആർക്കും ഒരു ഡയഗ്നോസിസിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ എന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം, അതായത് എല്ലാ സെക്ഷൻസും, എന്നെ കൈകാര്യം ചെയ്യുന്ന എല്ലാ സെക്ഷൻസും ഇരുന്ന് എന്നെ ഡിസ്കസ് ചെയ്തു. അവസാനം അവർ ഒരു ഡയഗ്നോസിസിലോട്ട് എത്തി. റൈറ്റ് ഫ്രെനിക് നെർവ് പാൾസി, അത് വളരെ വളരെ അൺകോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ കാരണം ഞാൻ മുൻപ് ട്രാക്ഷൻ ഇട്ടതാണ്. എൻ്റെ സെർവിക്കൽ നെർവ് 3 C3, C4, C5 പാരലൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ശ്വാസം മുട്ട്. അങ്ങനെ എല്ലാ രീതികളിലുള്ള ടെസ്റ്റും എല്ലാ രീതികളിലുള്ള ടാബ്ലറ്റ്സും ഞാൻ കഴിച്ചു. പിന്നെ കുറേ സ്പൈറോതെറാപ്പി, സ്പൈറോമീറ്റർ, കുറേ ടെസ്റ്റുകളും കുറേ ഫിസിയോതെറാപ്പിയൊക്കെ ഞാൻ ചെയ്തു. ബട്ട് ഐ കനോട്ട് ബ്രീത്ത് ആൻഡ് ഐ കനോട്ട് സ്പീക്ക് ഓൾസോ. അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ച്, അപ്പം ഞാൻ പള്ളിയിലൊക്കെ ദിവസം പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ 1-1.5 ആഴ്ച ഞാൻ പോയില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ഇൻസൈറ്റ് എനിക്കുണ്ടായി, ദൈവത്തിൻ്റെ, അതായത് ഈശോയുടെ ശരീരം നീ എടുക്കണം, അപ്പം നിനക്ക് ആശ്വാസം കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി ഇരിക്കും, പക്ഷേ എനിക്ക് മുട്ടുകുത്താനോ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഉറങ്ങാനായിട്ട് ഒരു പോള പോലും കണ്ണടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അമ്മയോട് എപ്പോഴും പരാതി പറയും, നീ ഭയങ്കര പാർഷ്യലായിട്ട് ബിഹേവ് ചെയ്യുന്നെന്ന്. അപ്പോൾ അമ്മ പറയും നിന്നെ ഞാൻ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് 2019 ഉടമ്പടി എടുത്ത ആളാണ്. ഒരു 200-250 പേരെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു നമുക്ക് ജോസ് അച്ഛൻ്റെ പോയി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ടോക്കൺ എടുത്തു, ഇവിടെ വന്നു, മുട്ടുകുത്തി. അങ്ങനെ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. കൈവച്ച് ഒരു റൗണ്ട് കഴിഞ്ഞു, കാശുരൂപം തന്നു. പിന്നെ ലാസ്റ്റ് റൗണ്ടിൽ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് ചോദിച്ചു ശ്വാസം മുട്ടാണല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ റൈറ്റ് ലങ് ഈസ് നോട്ട് വർക്കിംഗ്. അങ്ങനെ അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്കൊന്ന് കിടക്കാനും ഒന്ന് ചെറിയ രീതിയിലെങ്കിലും എനിക്കൊരു ആശ്വാസം ഞാൻ കണ്ടെത്തിയത്. അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥനയിലൂടെയും അച്ഛൻ തന്ന സാഹിത്യം ഞാൻ പുരട്ടിയതിലൂടെയും എനിക്ക് വളരെ ആശ്വാസം അന്ന് മുതൽ തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും
ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ ഡോക്ടേഴ്സും ചോദിച്ചു, പ്രത്യേകിച്ച് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്കൊരു അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചതെന്ന്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഒരു അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കുമ്പോഴേ അച്ഛൻ പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടിയ കൃപ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പണി മേടിക്കും. അങ്ങനെ എനിക്ക് ലാസ്റ്റ് മന്ത് വീണ്ടും ഒരു ചുമ വന്നു. ആ ചുമയും പനിയും ഒക്കെ വന്ന് ആ ഒരു 3 വീക്സിൽ ഞാൻ തീരുമാനിച്ചു ഞാനിവിടെ വന്ന് എന്തായാലും സാക്ഷ്യം പറയുന്നു. ആ സമയത്ത് ഞാനൊരു എക്സ്റേ എടുത്തു. ആ എക്സ്റേയിൽ എൻ്റെ 3/4 ഓഫ് ലങ് ഇസ് നോർമൽ. ഇനിയും ഒരു 1/4 മാത്രമേ എനിക്കിനി ബാക്കിയുള്ളൂ. ഇപ്പോൾ എനിക്ക് പേഷ്യൻസൊക്കെ ആയിട്ട് സംസാരിക്കാം. പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ഞാൻ 2 മാസം മുൻപെടുത്ത ഒരു കൊച്ച്, ആ കുഞ്ഞിന് ഒരു ന്യൂമോതൊറാക്സ് എന്ന് പറയുന്ന അസുഖം, അതായത് കുഞ്ഞിനെ അടുത്തൊന്നും ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ NICUവിൽ ചെന്നിട്ട് ഈ വെഞ്ചരിച്ച ഉപ്പ് അവിടെ വിതറുകയും തൈലം കുഞ്ഞിൻ്റെ മേൽ തേക്കുകയും, NICUവിൽ ആർക്കും പ്രവേശനമില്ലാത്തതാണ് എങ്കിലും ഞാൻ ചെയ്യുകയും ചെയ്തു. ആ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യേണ്ട സമയത്ത് തന്നെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. എൻ്റെ ഏതൊരു ബുദ്ധിമുട്ട് സമയത്തും ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര ബുദ്ധിമുട്ടിയാണ്, എത്ര പ്രയാസമുള്ള ജോലിയാണെന്ന്. പക്ഷെ ഒത്തിരി പേരും വരുമ്പോൾ, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് കേസസ് വരുമ്പോൾ ഞാൻ പറയും, തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്, അമ്മ നമ്മുടെ കൂടെയുണ്ടെന്ന്. അവർക്കൊക്കെ എനിക്ക് അമ്മയുടെയും ജീസസിൻ്റെയും കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അതിന് ഞാൻ തമ്പുരാന് നന്ദി പറയുന്നു. അതിലൊക്കെ കൂടുതലായിട്ട് ഞാൻ നന്ദി പറയുന്നത് 1987 ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ പ്രാക്ടീസ്. ഇന്ന് വരെ ഒരു അബോർഷൻ, ഞാൻ 32 വർഷം ഗവൺമെൻറ് ആശുപത്രിയിൽ വർക്ക് ചെയ്തതാണ്. പക്ഷേ ഒരു അബോർഷൻ പോലും ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല, ഇന്ന് വരെ അസിസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു മഹത്വം എനിക്കിപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴാണ് ഉള്ളിൽ നിന്നും തോന്നുന്നത്. പിന്നെ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ പലപ്പോഴും ഞാൻ ലേബർ റൂമിൽ കൊണ്ടുപോവുകയും അല്ലെങ്കിൽ OTയിൽ കൊണ്ടുപോവുകയും അവിടെയൊക്കെ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ വലിയൊരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ എന്നെ ദൈവം കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ OTയിൽ കയറുമ്പോൾ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ എപ്പോഴും ഞാൻ അമ്മയെ കൂട്ടുപിടിച്ചാണ്, അമ്മയെ ഞാൻ എപ്പോഴും ക്ഷണിച്ചാണ് കൊണ്ടുപോകാറ്. ക്ഷണിച്ച് കൊണ്ടുപോയി അമ്മേനെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ എൻ്റെ ഓപ്പറേഷൻസൊക്കെ ചെയ്യാറ്. കർത്താവും ഞാൻ എപ്പോഴും ഒരു ക്രോസ് വരയ്ക്കും, വിശ്വാസ പ്രമാണം ചൊല്ലും. ഈശോയും മാതാവും എൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. ഇനി ഞാൻ എൻ്റെ സ്പിരിച്വൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു കുർബാന പോലും മുടക്കാതെ വൈകുന്നേരം ഡ്യൂട്ടി കഴിയുമ്പോൾ ഞാനൊരു ചാനും കൂടി ഒന്നില്ലെങ്കിൽ 5 മണിയുടെ കുർബാന, അല്ലെങ്കിൽ 6 മണിയുടെ കുർബാന, അല്ലെങ്കിൽ 6:30യുടെ കുർബാന, വളരെ അപൂർവമായ ദിവസങ്ങളിൽ മാത്രമേ കുർബാന, എൻ്റെ എന്തെങ്കിലും ഡ്യൂട്ടി പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുർബാന മുടക്കാറുള്ളൂ. പണ്ട് എനിക്കൊരു പെൻറ്റക്കോസ്റ്റൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ട് എനിക്ക് മാതാവിനോട് ആ ഒരു താല്പര്യം വളരെയധികം കുറഞ്ഞിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് ഞാൻ അമ്മയായിട്ട് ഒരു നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പത്രം ഞാൻ എപ്പോഴും ഞാനൊരു 8 പത്രം വാങ്ങിക്കൊണ്ടുവരും. അതിൽ 2 മിക്കവാറും ഞാൻ പേഷ്യൻസിന് നൽകാറുണ്ട്. അപ്പോൾ എന്നേലും മുമ്പ് പേഷ്യൻസ് എന്ന് അവർക്കറിയാം കൃപാസനം എന്താണെന്നും കൃപാസനം പത്രം എന്താണെന്നും അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്നും അവർക്ക് തന്നെ നല്ലപോലെ അറിയാവുന്നതാണ്. അടുത്ത കാര്യമെന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനം. ഞങ്ങൾ എല്ലാ മാസവും ഒന്നില്ലെങ്കിൽ ഒരു ഓർഫനേജിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ 3 മാസമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ ഓങ്കോളജി വാർഡിൽ പോകും. അവിടെയുള്ള പാലിയേറ്റീവ് വാർഡിൽ പോയി എല്ലാവർക്കും കൃപാസനം പത്രം കൊടുക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ദശാംശം അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. കർത്താവ് ഞങ്ങളെ വഴി നടത്തിയ എല്ലാ വഴികൾക്കും തമ്പുരാനും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഉടമ്പടി ചെയ്തതിന് ശേഷം ഒത്തിരി സ്പിരിച്വലായിട്ട് വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷനെ അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. പിന്നെ ബൈബിൾ വായന എന്ന് പറയുന്നത് എനിക്ക് എല്ലാ ദിവസവും ½ an hour ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചില്ലെങ്കിലും അത് ഞാൻ ഇപ്പോൾ ഇന്ന് ഞാൻ ബാക്കി നിൽക്കുന്നത് എനിക്ക് 1.5 മണിക്കൂറാണ്. അത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ബൈബിള് വായിച്ച് തീർക്കാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഇവിടെ ഉടമ്പടിക്ക് ആളുകളെ കൊണ്ടുവരികയും കൃപാസനം റാലിക്ക് എപ്പോഴും ഒരു
ബസ് ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനം കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തിരുക്കുമാരനും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. സങ്കീർത്തനങ്ങൾ 40:5. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ഡോക്ടർ മേഴ്സി തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച ഓരോ അനുഭവത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. ശാരീരികമായ രോഗസൗഖ്യത്തെ, അപൂർവമായി മാത്രം വരുന്ന ഒരു രോഗാവസ്ഥ